വെൽക്കം ടു ഡ്രൈ ചില്ലി. ഡ്രൈ ചില്ലിയിൽ ഇന്ന് നമ്മൾ ഒരു ഈസി ഫിഷ് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാം. മീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കൈ ഉപയോഗിച്ച് നന്നായി എല്ലാ ഇൻഗ്രീഡിയൻസും ബൈൻഡ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മിക്സാണ് നമ്മുടെ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഈ മീൻ നല്ല പോലെ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞാൽ മസാല നന്നായി മീനിൽ പിടിക്കും. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല മീനിൻ്റെ 2 വശവും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ ഇരുവശങ്ങളിലുമായും മീനിൻ്റെ ഉൾഭാഗത്തും എല്ലാം എത്തത്തക്ക രീതിയിൽ കൈ ഉപയോഗിച്ച് നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. ഈ മസാല നമ്മളുടെ എല്ലാ മീനിലും ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ ഒരു 4 മീനാണ് എടുത്തിരിക്കുന്നത്. 4 മീനിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മീനിൻ്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ മീനും ഇതേപോലെ മസാല എല്ലായിടത്തും മീനിൻ്റെ ആ വരഞ്ഞിരിക്കുന്ന ഭാഗത്തും എല്ലായിടത്തും ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മീൻ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ 4 മീനിലും മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മുടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ഒരു 1/2 hour, ഒരു 30 minutes എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വേണം ഈ മീൻ സൂക്ഷിക്കാൻ. അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണയുടെ മുകളിലായിട്ട് ഒരു 3 തണ്ട് കറിവേപ്പില കൂടി നിരത്തി വയ്ക്കുക. ഈ നിരത്തി വെച്ച കറിവേപ്പിലയുടെ മുകളിലായിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വെക്കാൻ പോകുന്നത്. ഈ 4 ഫിഷും ഞാനിതാ ഇവിടെ പാനിൽ നിരത്തി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുടെ മുകളിലായിട്ടാണ് ഞാനെൻ്റെ ഫിഷുകളെല്ലാം പൊരിക്കാൻ വേണ്ടി നിരത്തി വെച്ചത്. ഫിഷിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നു. നമ്മൾ മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വളരെ സൂക്ഷിച്ച് വേണം ഫിഷ് മറിച്ചിടാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് ശ്രദ്ധിച്ച് 4 ഫിഷും ഇവിടെ മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കണം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു. നമ്മുടെ കറിവേപ്പിലയെല്ലാം ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ ക്രിസ്പി കറിവേപ്പില നമ്മുടെ ഫിഷിൻ്റെ കൂടെ ഫിഷ് കഴിക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഫിഷിലിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു കറിവേപ്പില. അപ്പം തീ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഫിഷ് വേവുമില്ല, അതേപോലെ കരിഞ്ഞും പോവും. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം. ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.